എത്ര ദിവസത്തിനാണ് അതൊക്കെ കെട്ടിപ്പറക്കിയിട്ട് പോണത്? അധിക ദിവസമൊന്നുമില്ലടി, 2 ദിവസം, 2 ദിവസം. അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണ്ടേ. അല്ല, അപ്പൊ ഫുഡൊക്കെ എങ്ങനെ? ഫുഡൊക്കെ ഞങ്ങൾ ആ ഊട്ടിയിലെ പ്രകൃതിരമണീയമായ ആ മൈതാനത്ത് വെച്ച്. നീ എനിക്ക് വാചകം അടിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നല്ലേ പറഞ്ഞായിരുന്നു. തിരിച്ചു വരുമ്പോ ഞാനൊരു നല്ലൊരു പാചകക്കാരനായിരിക്കും. ശരി. വെള്ളം കൊണ്ടുപോണ്ടാ? ആ, വെള്ളമൊക്കെ ഞങ്ങൾ പോകുമ്പോ കടയിൽ നിന്ന് മേടിക്കും. അല്ല, അപ്പൊ അച്ചാറോ? അച്ചാറോ? അതെന്തിനാ? അല്ല, നിങ്ങള് ഫുഡൊക്കെ കഴിക്കുമ്പോ നിങ്ങക്ക് അച്ചാറ് വേണ്ടേ? നിങ്ങള് കൂടുതൽ ബിരിയാണി ഒക്കെ വലിയ ഉണ്ടാക്കുണ്ടാവുക. സത്യം പറയാലോ, നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ചില ഭാര്യമാരുണ്ട്, അവരുടെ ഭർത്താക്കന്മാരെ എങ്ങോട്ടും വിടില്ല, അടിമകളാക്കിയിട്ട് ഒരു സ്ഥലത്തേക്കും വിടാതിരുന്നത്. അവരൊക്കെ എന്താ ചെയ്യണമെന്നറിയോ? അവരുടെ മുഖം പിടിച്ചിട്ട് ഈ ഓരോള്ള ചുമരുണ്ടല്ലോ, അതിനെ വെച്ചിട്ട് ഒരക്കണ അങ്ങനെ മൂരാച്ചികള്. അതേന്ന് എങ്ങോട്ടും വിടില്ല, അവിടെ പോവാനും സമ്മതിക്കില്ല. സമ്മതിക്കോ? എന്തിന്? ഓഫീസിൽ നിന്ന് എല്ലാരും ടൂർ പോകണ്ടേ. എനിക്ക് ടൂർ പോണാ? ടൂർ പോണോ? ടൂർ പോണോന്ന് സമ്മതിക്കാണെങ്കിൽ മര്യാദ കിടന്നോ?